എറണാകുളം ആലുവയിൽ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അച്ഛന്റെ അടുത്ത ബന്ധു അറസ്റ്റിൽ. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കുട്ടി പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേസിൽ നിർണായകമായത്. നിരന്തരമായി കുഞ്ഞ്, ഈ 3 വയസ്സുകാരി കുഞ്ഞ്, പിഞ്ചു കുഞ്ഞാണ് അവൾ, നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ അച്ഛന്റെ അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. 3 വയസ്സുകാരിയാണ്, പിഞ്ചു കുഞ്ഞിനെയാണ് നിരന്തരം ഇയാൾ ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. ഒരർത്ഥത്തിലും ഇയാൾക്ക് മാപ്പില്ല. പ്രതി എന്തായാലും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ആജ്ഞ, അറിയേണ്ടത് പോലീസിന് തുടക്കത്തിൽ ഈ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന ആ സമയത്ത് കൃത്യമായി പോലീസ് കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്തതാണ്. ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു? അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. എന്തായാലും അതീവ രഹസ്യമായ ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് വിശദാംശങ്ങൾ ആജ്ഞ? ഭവ്യ, പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ രാവിലെ മുതലാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളെ, അതായത് അച്ഛന്റെ ബന്ധുക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് തുടങ്ങിയത്. ഇന്നലെ മൊഴിയെടുക്കാൻ ആയിരുന്നു ആദ്യം തുടങ്ങിയത്. പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിനെ തുടർന്ന് ഇന്നലെ രാവിലെ മുതൽ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സാഹചര്യം വെളിപ്പെടുന്നത്. അങ്ങനെയാണ് കുഞ്ഞ് നിരന്തര പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഭവ്യ സൂചിപ്പിച്ചതുപോലെ കേരളം ആകെ ഞെട്ടിയത് കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നു എന്നുള്ള വാർത്തയെ എന്ന ആ തിരിച്ചറിവ് അത് ഏത് സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്കായിരുന്നു അന്ന് കേരളം ഉണർന്നത് തന്നെ അങ്ങനെയായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ മാറുകയാണ്. അതിനേക്കാൾ കുറെ കൂടി കൊടും ക്രൂരതയായിരുന്നു ആ കുഞ്ഞ് അനുഭവിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഒടുവിലാണ് പ്രതി കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കുഞ്ഞിനെ നിരന്തരമായിട്ട്, അതായത് അടുത്ത ബന്ധുവാണ്, നിരന്തരമായിട്ട് കുഞ്ഞിന് അടുത്തിടപഴകാൻ പറ്റുന്ന ഒരാളായിരുന്നു. കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവാണ്, അത് അടുത്ത വീട്ടിലാണ്. പലപ്പോഴും ഒന്നിച്ചു കുഞ്ഞിനോടൊപ്പം കിടന്നുറങ്ങാൻ പറ്റുന്ന സാഹചര്യം, അത്തരം സാഹചര്യങ്ങളൊക്കെ അയാൾ ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അത് ഇങ്ങനെ ഒരാൾ കുഞ്ഞിനോട് പെരുമാറിയാൽ പോലും അതിന് സംശയം തോന്നത്തക്ക രീതിയിലായിരുന്നില്ല. ഒരു പക്ഷേ ഭവ്യ സൂചിപ്പിച്ചതുപോലെ അമ്മ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നോ, അത് അമ്മയുടെ മൊഴിയിൽ നിന്ന് തന്നെയാണോ പോലീസിന് ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും വ്യക്തത വരാറുണ്ട്. പക്ഷേ പോലീസ് തന്നെ ചോദ്യം ചെയ്യലിൽ പോലീസിന് ആ കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മയെ കസ്റ്റഡിയിലെടുത്തപ്പോൾ, അതായത് കുഞ്ഞിന്റെ അമ്മയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള കുറച്ച് സമയമാണ് ചോദ്യം ചെയ്യലിനായി പോലീസിന് ലഭിച്ചിരുന്നത്. അതേസമയം അമ്മ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കുഞ്ഞിനെ കൊല്ലാനുണ്ടായ സാഹചര്യത്തിൽ വ്യക്തതയില്ല എന്ന് അമ്മ പറഞ്ഞിരുന്നു. ആ കാര്യമാണ് ഇപ്പോൾ ആ വ്യക്തത വരുത്തുകയാണ് എന്നാണ്, അതിലേക്കുള്ള സൂചകങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മ എന്തായാലും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. അതല്ലെങ്കിൽ അമ്മ തന്നെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ പോലീസ് ഇത്തരത്തിലൊരു എൻക്വയറിയിലേക്ക് പോയത്. പോസ്റ്റ്മോർട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരമ്മ, അതല്ലെങ്കിൽ ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് മുതൽ, കുഞ്ഞ് മിസ്സിംഗ് ആയപ്പോൾ മുതൽ പലതരം മൊഴികൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരമ്മ, ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അമ്മയുടെ മൊഴി വിശ്വസിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലെത്തിയത് കുഞ്ഞിനെ വെള്ളത്തിലിട്ടു അല്ല പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മയുടെ മൊഴി വിശ്വസിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിർബന്ധിതമായും പോലീസ് എത്തിയിരുന്നത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിന്നും അമ്മയുടെ മൊഴിയെ മാത്രം അന്ധമായി വിശ്വസിച്ച് പോലീസ് മുന്നോട്ട് പോകാൻ അങ്ങനെ ഒരു സൂചന കിട്ടിയപ്പോഴൊരു പക്ഷേ പോകാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതായിരിക്കാം. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ അത് വ്യക്തമായിട്ടുണ്ട്. കുഞ്ഞ് നിരന്തര പീഡനത്തിന് ഇത്തരത്തിൽ തന്റെ മകൾ ഇങ്ങനെ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് കുഞ്ഞിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നോ, അല്ലെങ്കിൽ ആ ഒരു കാരണം ഈ കൊലയിലേക്ക് നയിച്ചോ എന്നതൊക്കെ നമുക്ക് അറിയാനുണ്ട്. അതിലൊന്നും വ്യക്തത വന്നിട്ടില്ല ഇതുവരെ. അത് പറയേണ്ടത് പോലീസാണ്. അവർ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ആജ്ഞ. ഇവിടെ ഈ അമ്മയ്ക്ക് കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാരോടും അച്ഛനോടും പകയുണ്ടായിരുന്നു. അവർ കുട്ടിയുടെ അച്ഛൻ ഈ അമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം തുടക്കത്തിൽ തന്നെ വ്യക്തമായതാണ്. ആ നാട്ടുകാർ അത് പറഞ്ഞത്
എന്നതാണ്. അപ്പോൾ ഇനി അറിയേണ്ടത് ആ വീട്ടിൽ വെച്ച് തന്നെയാണ് ആ പിഞ്ചു കുഞ്ഞിന് ഇത്രമാത്രം വലിയ വേദന സഹിക്കേണ്ടി വന്നത്, അവൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്. അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. ഇതിനപ്പുറത്തേക്ക് ആ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യമടക്കം ഇനി അറിയേണ്ടതുണ്ട്, അല്ലേ ആജ്ഞ? ഭവ്യ, ഇക്കാര്യത്തിൽ അമ്മയെ ഇനി കസ്റ്റഡിയിലെടുത്ത് പോലീസിന് ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ അമ്മയെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ അമ്മയെ ചോദ്യം ചെയ്യാൻ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല ഭവ്യ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ കുഞ്ഞിന്റെ അവസ്ഥ, അതായത് കുഞ്ഞിനെ മരണത്തിലേക്ക് നയിച്ചിരുന്ന അമ്മയെ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തി ഇത് ചെയ്തപ്പോൾ കുറ്റപ്പെടുത്തിയിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അത് മുഴുവൻ ആ ഒരു പെർസ്പെക്റ്റീവ് മുഴുവൻ മാറുകയാണ്. കാരണം കുഞ്ഞിനെ ഈ തരത്തിൽ നിരന്തര പീഡനത്തിന് ഇരയാക്കിയിരുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഭീകരമായ അവസ്ഥയിലൂടെയാണ് ആ കൊച്ചു പെൺകുട്ടി കടന്നു വരുന്നത്. പക്ഷെ എന്തായിരുന്നു തന്നോട് ചെറിയച്ഛൻ അല്ലെങ്കിൽ തന്റെ അച്ഛന്റെ ബന്ധു എന്താണ് തന്നോട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തത വരാതിരുന്ന ഒരു പ്രായത്തിലാണ് ഈ കുഞ്ഞ് ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യത്തിലാണ് ഒരു പക്ഷേ അമ്മയ്ക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നോ, അമ്മ ഇക്കാര്യം പറഞ്ഞിട്ട് ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ അത്രയും മാനസിക സമ്മർദ്ദത്തിലൂടെ അമ്മ കടന്നു പോയിരുന്നിട്ടുണ്ടാകുമോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനുണ്ട്. ഒരു പക്ഷേ അമ്മ പറഞ്ഞതിനനുസരിച്ചിട്ടായിരിക്കാം അമ്മയുടെ മൊഴി അനുസരിച്ചിട്ടായിരിക്കാം ഈ കുഞ്ഞിന്റെ പീഡനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ പോലീസിന് മനസ്സിലായത്. കാരണം കഴിഞ്ഞ ദിവസം നമുക്ക് തന്നെ അറിയാം, ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ള നാടകീയമായ രംഗങ്ങൾ നമുക്ക് തന്നെ അറിയാം. കാരണം DYSP TR രാജേഷ് വരുന്നു, അദ്ദേഹം വന്ന് ചോദ്യം ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം SP നേരിട്ടെത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ അത് ശരിക്കും പോലീസിന്റെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ട് മാറുകയായിരുന്നു ഈ കേസ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിൽ കൃത്യമായ കാരണങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് മനസ്സിലായിരിക്കുന്നു. ഒരു പക്ഷേ പോലീസ് ബുദ്ധിയിൽ തന്നെ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമായതായിരിക്കാം. അതല്ലെങ്കിൽ അമ്മയുടെ മൊഴി ഇതായിരുന്നു, താനും തന്റെ മക്കളും അല്ലെങ്കിൽ താനും തന്റെ മകളും ആ വീട്ടിൽ ഫേസ് ചെയ്തിരുന്നത്, അഭിമുഖീകരിച്ചിരുന്ന സാഹചര്യം ഇതായിരുന്നു എന്ന് അമ്മയുടെ ഭാഗത്തുനിന്നും വ്യക്തത വന്നിട്ടുണ്ടാകാം. രണ്ട് കാര്യമായാലും പോലീസ് അല്പസമയത്തിനുള്ളിൽ വ്യക്തമാക്കും. എന്തായാലും SIT രൂപീകരിച്ചിട്ടുണ്ട്. സൈബർ പോലീസുകൾ അടങ്ങുന്ന സംഘമാണ് SITയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വഴിയിൽ അമ്മ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നു, അമ്മയുടെ ഫോൺ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനുണ്ട്. ഇത് എത്ര നേരം നീണ്ടുന്ന സംഭാഷണമായിരുന്നു? ഈ കുഞ്ഞിനെ തിരുവാങ്കുളത്തു നിന്ന് അംഗൻവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് പുഴയിലേക്ക് എറിയുന്ന സമയം 3:30 മുതൽ 6:30 വരെ 6 മണി വരെയുള്ള സമയമാണ്. വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിയുന്നത്. ഇങ്ങനെയൊരു സമയത്തിനിടയിൽ അമ്മ ആരോടൊക്കെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ, ആരെങ്കിലും തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനുണ്ട്. സൈബർ പോലീസും കൂടി അടങ്ങിയിട്ടുള്ള ഒരു ടീമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതി ഇപ്പോൾ കുറ്റം സംബന്ധിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനി അതിന്റെ തുടർ നടപടികളിലേക്കായിരിക്കും പോകുക. എന്തായാലും അതിദാരുണമായൊരു കൊലപാതകം, ആ കൊലപാതകത്തിലേക്ക് നയിച്ച അത്യന്തം ഭീതിതമായ മറ്റു ചില സാഹചര്യങ്ങൾ കൂടി വെളിപ്പെടുകയാണ് ഈ പിഞ്ചുകുഞ്ഞിന്റെ മരണം കൊണ്ട് കേരളം കണ്ടത്. അതാണ് ആജ്ഞ. ഇനി അറിയേണ്ടത് നിർണായകമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തിനായിരുന്നു ഈ ഒരു കൊലപാതകം അമ്മ നടത്തിയത്? അതിന് ഈ പീഡനവുമായി അതിന് ബന്ധമുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന്റെ സഹോദരനും താമസിച്ചിരുന്നത് അച്ഛന്റെ വീട്ടിലാണ്. അച്ഛന്റെ അടുത്ത ബന്ധുവിൽ നിന്നാണ് ഈ കുഞ്ഞിന്റെ ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നത്. അത് ആ അച്ഛന്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. അവിടെ ആർക്കൊക്കെ ഈ വിവരം അറിയാമായിരുന്നു, അവർ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അച്ഛന്റെ അടുത്ത ബന്ധു ഇപ്പോൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരെ ഇനി ചോദ്യം ചെയ്യുമോ പോലീസ്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? എന്താണ് പോലീസ് പറയുന്നത്? ഒപ്പം അവിടെ നമുക്കറിയാം, ആ പ്രദേശത്ത് ആ കുഞ്ഞിന്റെ വീടുമായി ബന്ധപ്പെട്ട് അടുത്തടുത്താണ് വീടുകൾ നിൽക്കുന്നത്. ആ നാട്ടുകാർക്ക് ഒരു പക്ഷേ പലതും അറിയാമായിരിക്കാം. അവർ എന്തൊക്കെയാണ് പറയുന്നത് ആജ്ഞ? ഭവ്യ, നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇവിടുത്തെ പ്രൊസീജിയറിന് ശേഷമേ നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. നിലവിലിപ്പോൾ നമ്മളുള്ളത് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെയാണ് പ്രതിയുള്ളത്. പ്രതിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാട്ടുകാരുടെ അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നാട്ടുകാർക്ക് പ്രതികരിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമപരമായി അത്തരം ലിമിറ്റേഷനുകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ ഇങ്ങനെയൊരു സാഹചര്യമാണെങ്കിൽ പോലും അത് മീഡിയയോട് പറയുന്നതിനെ
ചെയ്യുന്നതിനേക്കാൾ അത് അങ്ങനെ ചില സാഹചര്യങ്ങൾ, അതായത് നിയമപരമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നത് കൊണ്ട്, കോൺസിക്വൻസസ് ഉണ്ടാകുന്നത് കൊണ്ട് അത് അത്തരം കാര്യങ്ങൾ അവർ ഉണ്ടെങ്കിൽ, അഥവാ ഉണ്ടെങ്കിൽ തന്നെ പോലീസിനോട് അത്തരം കാര്യങ്ങൾ നേരിട്ട് പ്രതികരിക്കും. ഭവ്യ, അതാണ് സാഹചര്യം. എന്തായാലും എറണാകുളം ആലുവയിൽ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അച്ഛന്റെ അടുത്ത ബന്ധു അറസ്റ്റിൽ. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3.5 വയസ്സുകാരി പീഡനത്തിനിരയായി. ഈ കേസിൽ കുഞ്ഞിന്റെ പിതാവിന്റെ അടുത്ത ബന്ധുവാണിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈകാതെ ഇയാൾ കോടതിയിൽ ഹാജരാക്കിയേക്കും. കൊലപാതക കേസിന് പിന്നാലെ കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്ന വിവരവും പുറത്തു വന്നതോടെ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലൈംഗിക പീഡനം നടന്നതായി വ്യക്തമായതിനെ തുടർന്ന് കുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധുവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതീവ രഹസ്യമായിട്ടാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നത്. ബുധനാഴ്ച രാവിലെ മുതൽ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പുത്തൻകുരിശ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോക്സോ കേസെടുത്തു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ശാരീരിക പീഡനം സംബന്ധിച്ച സൂചനകൾ പോലീസിന് നൽകിയതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടാണ് അറസ്റ്റിലായ ഈ കുഞ്ഞിന്റെ അമ്മ ഭർത്തൃ വീട്ടിൽ ശാരീരിക മാനസിക പീഡനം നേരിടേണ്ടി വന്നിരുന്നു എന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. ഇനി ഇതും ഈ ലൈംഗിക പീഡനവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കുട്ടിയുടെ അമ്മയ്ക്ക് കുഞ്ഞിത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയായ വിവരം അറിയാമായിരുന്നു, അതല്ലെങ്കിൽ കുഞ്ഞിന്റെ വീട്ടുകാർക്ക് ഇത്തരത്തിൽ അറിയാമായിരുന്നു, മറ്റാർക്കെങ്കിലും വീട്ടിലെ അച്ഛനോ മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ ഈ കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധു ഇത്തരത്തിൽ കുഞ്ഞിനെ ദുരുപയോഗം ചെയ്യുന്നത് അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഈ വളരെ നിർണായകമായൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുഞ്ഞിനെ പെറ്റമ്മ തന്നെ പുഴയിലെറിഞ്ഞു കൊന്നു എന്നുള്ള വാർത്ത പോലും നമ്മൾക്ക് കേട്ടു നിൽക്കാൻ സാധിച്ചിരുന്നില്ല. മലയാളക്കരയ്ക്ക് അത്രമാത്രം നമ്മളെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു. ഇപ്പോഴിതാ ആ കുഞ്ഞ് 3 വയസ്സുകാരി പിഞ്ചു പെൺകുട്ടി നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നുള്ള അത്രമാത്രം വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതും അച്ഛന്റെ ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്നാണ് കുഞ്ഞിന് നിരന്തരം പീഡനമേൽക്കേണ്ടി വന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആജ്ഞ, ഇനി എന്താണ് പോലീസിന്റെ അടുത്ത നടപടി? ഇയാൾ എപ്പോഴത്തേക്ക് കോടതിയിൽ ഹാജരാക്കും? ഭവ്യ, അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പം ചില നടപടികളുണ്ട്. വൈദ്യപരിശോധന നടത്തണം, അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഡിവൈഎസ്പിയുടെ ടീം ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുത്തൻകുരിശും അതുപോലെ ആലുവയും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ കൂടി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ. അതിന് മുൻപ് അതിന് നടത്തുന്ന ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ശേഷമായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. എറണാകുളം പോസ്കോ കോടതിയിലാണ് ഹാജരാക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ വേറിട്ട ഒരു കേസായതുകൊണ്ട് അടിയന്തരമായി അത്തരം കോടതികളിലായിരിക്കണം ആയിരിക്കണം ഇപ്പോഴത്തെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുൻപുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേറ്റം ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിലേക്ക് ഈ കുഞ്ഞിൻ്റെ കൊലപാതകം വെളിച്ചം വീശുമ്പോൾ കുഞ്ഞിൻ്റെ കൊലപാതകത്തിന് കാരണമായത് ഈ കുഞ്ഞിനെ നിരന്തരമുള്ള പീഡനത്തിന് അമ്മയ്ക്കുണ്ടായ മാനസിക സമ്മർദ്ദമാണോ എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരാനുള്ളത്. അതുകൊണ്ട് തന്നെ സന്ധ്യയെ കസ്റ്റഡിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ കസ്റ്റഡി ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 2 ദിവസം, അതായത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകാൻ വേണ്ടി 2 ദിവസം പോലീസ് കാത്തിരുന്നത് ഈ കാര്യത്തിൽ, അതായത് ഈ പീഡനം നടന്നു എന്നുള്ള കാര്യത്തിലുള്ള സൂചന പോലീസിന് കിട്ടിയത് കൊണ്ടാണ്. അത് അങ്ങേയറ്റം പഴുതടച്ച് വളരെ രഹസ്യമാക്കി വെച്ച് തന്നെ പക്ഷേ പ്രതി രക്ഷപ്പെടാനുള്ള പഴുതുകൾ അടച്ചതാകാം, തെളിവുകൾ നശിപ്പിക്കാതിരിക്കുന്ന പഴുതുകൾ അടച്ചതാകാം. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ അത് അമ്മയുടെ മൊഴി ആയിരിക്കാമെന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. പോലീസിന് അങ്ങനത്തെ ഒരു സാഹചര്യം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അങ്ങനെ ഒരു രഹസ്യ മൊഴി കൊടുത്തിട്ടുണ്ടോ, മറ്റാരെങ്കിലും മൊഴിയെടുത്തപ്പോൾ അങ്ങനത്തെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാണ്ട് എന്തായാലും അമ്മയുടെ മൊഴി തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ഇതിലേക്ക് തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ 2 ദിവസത്തിന് ശേഷം സഹ്യയെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, കസ്റ്റഡിയിൽ തിരിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അമ്മയുടെ മൊഴി ഇക്കാര്യത്തിൽ എത്ര ഈ ഒരു കേസിൽ ഇങ്ങനെ വ്യക്തത വരുത്താൻ വേണ്ടി എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി
വ്യക്തമാകാനുണ്ട്. ശരി, എന്തായാലും അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3.5 വയസ്സുകാരി പീഡനത്തിനിരയായ കേസിൽ കുഞ്ഞിന്റെ പിതാവിന്റെ അടുത്ത ബന്ധു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഇയാൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.